ഓക്കെ, അഡ്വക്കേറ്റ് നാസർ, ഈ വഖഫ് അധിനിവേശം അതുപോലെ ഈ ഭൂമി ഏറ്റെടുക്കൽ ഇതിൽ അസ്വാഭാവികമായിട്ടൊന്നും തോന്നുന്നില്ലേ? ഇവിടെ അദ്ദേഹം പറഞ്ഞത് മിസ്റ്റർ സ്റ്റാലിൻ ദേവൻ, അദ്ദേഹം റിട്ടയർഡ് ജോയിന്റ് സെക്രട്ടറി ആണ്. അദ്ദേഹം പറഞ്ഞതിൽ നിന്ന് ഒരുപാട് എനിക്ക് പറയാനുള്ള അവസരം കൃത്യമായിട്ട് നൽകണം. നമ്മളൊരു പകുതിക്ക് ഇടയ്ക്ക് വെച്ച് നിർത്താനുള്ള സംവിധാനം കേൾക്കുന്നുണ്ടോ? കേൾക്കാം, പറഞ്ഞോളൂ. അദ്ദേഹം ഒരുപാട് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് വളരെ വ്യക്തവും കൃത്യവുമായ നിയമം നിലനിൽക്കെ അതിന് വിരുദ്ധമായിട്ട് പറയുക എന്നത് പറഞ്ഞാൽ അത് ശരിയായ നടപടിയാണ്. വഖഫ് നിയമം എന്താണെന്നോ വഖഫ് ട്രൈബ്യൂണൽ എന്താണെന്നോ അദ്ദേഹം മനസ്സിലാക്കിയിട്ടില്ല. അദ്ദേഹം മനസ്സിലാക്കിയിരിക്കുന്ന ഒരു മുസ്ലിം മതപണ്ഡിതന്റെ നേതൃത്വത്തിലുള്ള ഒരു സ്ഥാപനമാണ് വഖഫ് ട്രൈബ്യൂണൽ എന്ന് അദ്ദേഹം പറയുമ്പോൾ, അദ്ദേഹം സർക്കാരിന്റെ ഒരു ജോയിന്റ് സെക്രട്ടറി ആയിരുന്ന ആളല്ലേ. എന്താണ് വഖഫ് ട്രൈബ്യൂണൽ എന്ന് അറ്റ്ലീസ്റ്റ് മനസ്സിലാക്കണ്ടേ? വഖഫ് ട്രൈബ്യൂണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജുഡീഷ്യൽ സ്ഥാപനമാണ്, ഡിസ്ട്രിക്ട് ജഡ്ജാണ്. അതിന്റെ ജുഡീഷ്യൽ സ്ഥാപനം ജഡ്ജാണത്, ഡിസ്ട്രിക്ട് ജഡ്ജ്. അവിടെ വഖഫ് സംബന്ധമായിട്ടുള്ള എല്ലാ തർക്കങ്ങളും പരിഗണിക്കുന്നത് വഖഫ് ട്രൈബ്യൂണലാണ്, അല്ല വഖഫ് ബോർഡല്ല. ആ വഖഫ് ട്രൈബ്യൂണലില് ഡിസ്ട്രിക്ട് ജഡ്ജാണ്. മറ്റ് കേസുകളൊക്കെ വിസ്തരിക്കുന്ന ഡിസ്ട്രിക്ട് ജഡ്ജും സെഷൻ ജഡ്ജും കൂടിയായിട്ടുള്ള ഒരു ഒരു കോടതിയാണ് വഖഫ് ട്രൈബ്യൂണൽ എന്ന് പറയുന്നത്. കോഡ് ബാധകമാണോ? സിവിൽ പ്രൊസീജിയർ കോഡ് ഇന്ത്യൻ എവിഡൻസ് ആക്ടും ബാധകമാണോ? വഖഫ് ആക്ട് അനുബന്ധമായിട്ട് ചില നിയമങ്ങളില് ആ നിയമത്തോടൊപ്പം തന്നെ ചില കേസുകൾ ആ നിയമം തന്നെ ആയിരിക്കും ബാധകം. അതിനോടൊപ്പം തന്നെ ചില കേസുകളിൽ സിവിൽ പ്രൊസീജിയർ കോഡ് CPC ബാധകമാകുന്ന സാഹചര്യം ഉണ്ടാകും. വഖഫ് ട്രൈബ്യൂണലിൽ വഖഫ് സ്വത്തിനെ സംബന്ധിച്ചിടത്തോളം വൺസ് എ വഖഫ് ഈസ് ഓൾവേസ് എ വഖഫ്. ഒരിക്കൽ വഖഫായിട്ട് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യമൊക്കെ വഖഫ് സ്വത്തുകള് ഓറൽ ആയിട്ടുള്ള ഡിക്ലറേഷൻ കൂടി ആയിരുന്നു. 2013 മുതൽ അത് രജിസ്റ്റേർഡ് ഡീഡ് മുഖാന്തരമാണ്. അപ്പൊ ഇവിടെ ഇപ്പൊ തർക്കഭൂമി എന്ന് പറയുന്ന മുനമ്പൻ ചേറായി ഭൂമി എന്ന് പറഞ്ഞാൽ 1950 നവംബർ മാസം 1-ാം തീയതി അത് കൃത്യമായി സബ് രജിസ്ട്രാർ ഓഫീസിൽ രജിസ്റ്റേർഡ് ഡീഡാണത്. വളരെ കൃത്യമായിട്ട് ഈ ഡീഡ് എല്ലാവർക്കും പരിശോധിക്കാമെന്നിരിക്കെ അതിനെ അതേ രീതിയിൽ വ്യാഖ്യാനിച്ചുകൊണ്ട് ഇവിടെ കാണുന്ന ഭൂമിയെല്ലാം വഖഫാണെന്ന് പറഞ്ഞ് ഏറ്റെടുക്കാൻ പോകുന്നു എന്ന തെറ്റിദ്ധാരണ പരത്തുന്നത് തികച്ചും അത് അടിസ്ഥാനരഹിതമല്ലേ? അങ്ങനെയൊക്കെ പറയാവോ? ഏതെങ്കിലും ഒരു സ്ഥാപനത്തിന്റെ അത് പിടിച്ചെടുക്കാനോ അത് വഖഫ് സ്വത്താണെന്ന് ക്ലെയിം ചെയ്യാനോ ഏതെങ്കിലും നടപടികൾ കൈക്കൊണ്ടിട്ടുണ്ടോ? എന്തെങ്കിലും അവകാശവാദങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടോ? അത് കൃത്യമായി പഠിക്കണം. അങ്ങനെ പഠിക്കണം. അങ്ങനെ അങ്ങനെ തെളിവ് തരുവാന്ന് പറഞ്ഞ കൃത്യമായ തെളിവിന്റെ അടിസ്ഥാനത്തില് വഖഫ് ഭൂമി ഒരിക്കൽ വഖഫായിട്ട് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അത് എല്ലായ്പ്പോഴും വഖഫ് സ്വത്തുകളാണ്. അതിനെ ഒരിക്കലും കൈമാറ്റം ചെയ്യാൻ നിയമം അനുവദിക്കുന്നില്ല. അത് ആ കോടതിയിൽ വഖഫ് സ്വത്തായിട്ട് വഖഫ് ആയിട്ട് മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആദ്യം മുതൽ മുസ്ലിം നിയമമല്ല അത്, വഖഫ് ആക്ട് സെക്യുലർ നിയമമാണോ? നേരത്തെ പറഞ്ഞ വഖഫ് ബോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂട്ടഡ് ബൈ ദ ഗവൺമെന്റ്. അവിടെയാണ് ഏത് ഗവൺമെന്റ്? കോൺഗ്രസ് ഗവൺമെന്റ് ആണ്. കോൺഗ്രസ് ഗവൺമെന്റ് ഞാൻ പറഞ്ഞത് ഒരു വഖഫ് ബോർഡ് പ്രവർത്തിക്കേണ്ടത് വഖഫ് ആക്ടിന്റെ അടിസ്ഥാനത്തിലാണ് അതിന്റെ പ്രവർത്തനം നടത്തുന്നത്. കൃത്യമായ ഇന്ത്യൻ നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ്. വഖഫ് നിയമം ആന്റി കോൺസ്റ്റിറ്റ്യൂഷണലാണ് എന്നുള്ളതാണ് പ്രധാന വാദം. അത് ഭരണഘടനാ വിരുദ്ധമാണ് എന്നുള്ളതാണ് വാദം. ഇന്ത്യയിൽ ഇന്ത്യൻ നിയമമൊന്നും പറഞ്ഞ നിയമമില്ല. കോൺഗ്രസ് സർക്കാരിന്റെ കാലത്ത് ഉണ്ടാക്കിയ ഒരു കരിനിയമം, ആ കരിനിയമം പിഴുതെറിയണം എന്നാണ്. അല്ല, ഇപ്പൊ അതിജീവനത്തിനായി പ്രക്ഷോഭം നടത്തുന്നവർ ആവശ്യപ്പെടുന്നത്. സകല നിയമങ്ങളും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെതിരായിട്ടുള്ള ഏതെങ്കിലും നിയമം നിർമ്മിച്ചു കഴിഞ്ഞാൽ അത് അസാധുവാണ്. അതിന് കേസ് കൊടുത്താലേ അതനുസരിച്ചുള്ളതാണ് എല്ലാ നിയമനിർമ്മാണങ്ങളും നടത്തിയിട്ടുള്ളത്. അത് ഇന്ത്യയിലെ നിലവിലുള്ള നിയമമാണ്. അല്ല, അതൊക്കെ സ്ഥാപിത താല്പര്യക്കാർ ഭരിച്ച സമയത്ത് അങ്ങനെ ഒരു വിഭാഗത്തിന് വേണ്ടി ഇങ്ങനെ ഒരു കരിനിയമം ഉണ്ടാക്കി, ഒരു കാടൻ നിയമം ഉണ്ടാക്കി. അത് ഇപ്പോ ജനങ്ങളത് മനസ്സിലാക്കി തുടങ്ങി. എത്രയോ വർഷങ്ങളായി എത്രയോ കാലങ്ങളായി കരമടക്കുന്നവർ അവർക്ക്
അവർക്ക് കരമടക്കാൻ സാധിക്കുന്നില്ല. ആ ഒരു അവസ്ഥ സംജാതമായപ്പോൾ അവരിതിനെക്കുറിച്ച് പഠിച്ചു. ഇതുവരെ അതായത് ഈ ഒരു നിയമത്തിൻ്റെ മറവിൽ വഖഫ് ബോർഡിന് ഉണ്ടായ ആനുകൂല്യങ്ങൾ, അല്ലെങ്കിൽ ഒരു പ്രത്യേക വിഭാഗത്തിനുണ്ടായ ആനുകൂല്യങ്ങൾ, അതൊന്നും ഇവിടുത്തെ ജനങ്ങൾ അതിനെക്കുറിച്ചൊന്നും ബോധവാന്മാരായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ വഖഫ് ബോർഡ് എന്താണ്, വഖഫ് നിയമം എന്താണ്, വഖഫ് ട്രിബ്യൂണൽ എന്താണ് എന്നൊക്കെ ഏതൊരു സാധാരണക്കാരനും കൊച്ചുകുട്ടിക്കും അറിയാം. അങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ ഈ കള്ളത്തരങ്ങളെല്ലാം പുറത്ത് വരികയാണ്. അതുകൊണ്ടാണ് ആവർത്തിച്ച് പറയുന്നത് ഇതൊരു കരി നിയമമാണ്, കാടൻ നിയമമാണ്. അത് കോൺഗ്രസ് സർക്കാരുകൾ, നേരത്തെ ഭരിച്ചിരുന്ന കോൺഗ്രസ് സർക്കാരുകൾ അത് കൃത്യമായിട്ട് അവർക്കൊരു അജണ്ടയുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെയൊരു നിയമത്തിന് രൂപം നൽകി. ആ നിയമം അത് പലർക്കും ഇപ്പോൾ അതൊരു കെണിയായി മാറിയിരിക്കുകയാണ്, പാരയായി മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് അതിൽ ഭേദഗതി വേണമെന്ന് ആവശ്യപ്പെടുമ്പോൾ അതിനെ കേരളത്തിലെ ഭരണ പ്രതിപക്ഷങ്ങൾ അതിനെ എതിർക്കുകയാണ്. അവർ നിയമസഭയിൽ പ്രമേയം പാസാക്കിയിരിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായി ഇപ്പോൾ ഒരു കുരുക്കുമില്ലാന്ന് ഇപ്പോൾ സർക്കാരിൻ്റെ പ്രതിനിധിയായിട്ട് മന്ത്രി പറയുന്നു. ഒരു കുരുക്കുമില്ല, വെറുതെയാണ് ഈ സമരം. വഖഫ് നിയമത്തിൽ പറഞ്ഞു വന്ന് അത് പക്ഷേ മുനമ്പത്ത് ബാധകമല്ല. പക്ഷേ എങ്ങനെ ബാധകമല്ല എന്ന് അവരെ ബോധ്യപ്പെടുത്താൻ ഭരണകൂടത്തിന് സാധിക്കുന്നില്ല. ഭരണത്തിലിരിക്കുന്നവർക്കോ അല്ലെങ്കിൽ പ്രതിപക്ഷത്തിരിക്കുന്നവർക്കോ, നിയമസഭയിൽ പ്രതിപക്ഷത്തിരിക്കുന്നവർക്കോ അവിടെ ഈ ദുരിതം അനുഭവിക്കുന്ന ആശങ്കയിലുള്ള ഈ 610 കുടുംബങ്ങളെ, ഞാൻ മുനമ്പത്തെ കാര്യം മാത്രമാണ് പറയുന്നത്, അവരെ ബോധ്യപ്പെടുത്താൻ പറ്റുന്നില്ല. എങ്ങനെ സംരക്ഷിക്കും? നിങ്ങളെ കുടിയൊഴിപ്പിക്കില്ല എന്ന് പറയുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസമല്ലേ വഖഫിൻ്റെ ചെയർമാൻ തന്നെ പറഞ്ഞത് ഇത് വഖഫിൻ്റെ അധീനതയിലുള്ളതാണ് എന്ന് പറയുന്നു. ഇന്നിപ്പോൾ മന്ത്രിയും പറഞ്ഞു ഇതൊക്കെ നിയമപരമായിട്ടുള്ള കാര്യങ്ങളാണ് എന്ന് പറയുന്നു. പിന്നെ എങ്ങനെയാണ് ഇതിനൊരു സൊല്യൂഷൻ? അത് പറ. ഒരു സൊല്യൂഷൻ ഞാൻ പറയാം. ആദ്യം തന്നെ ഇത് കരിനിയമമാണ്, കാടൻ നിയമമാണെന്ന് പറയുന്നു. മുസ്ലിം സമുദായത്തിന്റെ നിയമം അനുസരിച്ച് ശരീഅത്ത് ആക്ട് പ്രകാരമാണ് ഒരു വഖഫ് ആക്ട് അത് നിർവചിക്കപ്പെട്ടിട്ടുള്ളത്. ആ മുസ്ലിം സ്വത്തുക്കൾ, അതായത് ഒരു മുസ്ലിം ഒരു സ്വന്തം സ്വത്ത് പൊതുകാര്യത്തിന് വേണ്ടി, ധർമ്മസ്ഥാപനങ്ങൾക്ക് വേണ്ടി, അല്ലെങ്കിൽ ആതുര ശുശ്രൂഷാലയങ്ങൾക്ക് വേണ്ടി അത് ആ ദാനം വഖഫ് സ്വത്തായി മാറിക്കഴിഞ്ഞു. അതിന്റെ ഉദ്ദേശ ലക്ഷ്യം എന്താണ്? ആ ആൾ എന്തിനു വേണ്ടിയാണോ ദാനം ചെയ്ത ആ ഉദ്ദേശ ലക്ഷ്യത്തിലേക്ക് വേണ്ടി ആ സ്വത്ത് ഉപയോഗപ്പെടുത്തണം. ആ സ്വത്ത് അല്ലാതെ മറ്റൊരു രീതിയിലും കൈമാറ്റം ചെയ്യാൻ കഴിയുകയില്ല. അത് അങ്ങനെയുള്ള സ്വത്താണ്. മുനമ്പത്തുള്ള 404.25 ഏക്കർ സ്വത്ത് മുഹമ്മദ് സിദ്ദീഖ് സേട്ട് ഫറൂഖ് കോളേജ് മാനേജ്മെന്റിന് വഖഫ് ചെയ്തതാണ്. അദ്ദേഹത്തിന് ഉടമസ്ഥാവകാശം ഉണ്ടായിരുന്നില്ല, വെറും പാട്ടാവകാശം ഉണ്ടായിരുന്നു. ആ ഡീഡും പരിശോധിച്ച് നോക്കിയാൽ മതി. ഞാൻ വായിച്ച് കേൾപ്പിക്കാം. അതെ ഞാൻ അതിനെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യമായിട്ട് നമ്മൾ ഓരോ പ്രോപ്പർട്ടിയും, പരമ്പരാഗതമായ പ്രോപ്പർട്ടികളൊക്കെ ആർജിക്കുന്ന പല രീതിയിൽ ആർജിക്കും. ഇന്ത്യ നിലവിലുള്ള നിയമം അനുസരിച്ച് പല രീതിയിൽ ആർജിക്കും. ആ ആർജിച്ച അങ്ങനെയാണ് ഉടമസ്ഥാവകാശം. വിൽപ്പനയോടുകൂടി ഒരാളുടെ വസ്തുവാകും. ദീർഘകാലം കൈവശം വെച്ച് സ്വത്ത് സമ്പാദിക്കുന്നുണ്ട്. അങ്ങനെ പല രീതിയിൽ സ്വത്ത് വകകൾ ഒരാളുടെ വ്യക്തിയുടെ വകയായി മാറും. അങ്ങനല്ലേ ഈ കേരളത്തിലെ മുഴുവൻ സ്വത്തുക്കളും പരിശോധിച്ചു കഴിഞ്ഞാൽ എല്ലാം വിലയാധാരത്തിന്റെ അടിസ്ഥാനത്തിൽ വന്നതാണോ? ക്രിസ്ത്യൻ മിഷണറിമാര്, സിവിൽ എത്രയോ സ്വത്തുക്കള് കേരളത്തിലെ അധീനതയിൽ വന്നു. വർഷങ്ങളായിട്ട് അതൊന്നും തിരിച്ചെടുക്കാൻ ഞാൻ പറയുന്നില്ല. അത് വർഷങ്ങളായിട്ട് കൈവശം വെച്ച് അത് സ്വന്തമായി അവരുടെ അവകാശത്തിലായി. അപ്പൊ അങ്ങനെ കേരളത്തിലെ എല്ലാ രാജ്യത്ത് ഒരുപാട് സ്വത്തുക്കൾ അങ്ങനെ കൈവശാവകാശത്തിലൂടെ ആർജിച്ചെടുത്തിട്ടുണ്ട്. എന്നാല് ഈ സ്വത്ത് 950 നവംബർ 1-ാം തീയതി രജിസ്റ്റർ ചെയ്ത ശേഷം അത് നേരത്തെ പറഞ്ഞ വഖഫ് ആക്ട് വളരെ കൃത്യമാണ്. അത് ധർമ്മസ്ഥാപനത്തിന് വേണ്ടി എഴുതി കൊടുക്കുന്നതാണ് വഖഫ് സ്വത്ത് എന്ന് പറയുന്നത്. അതിനെ കൈമാറ്റം ചെയ്തെങ്കിൽ അതിന് ഉത്തരവാദി അത് ആരാണ് കൈമാറ്റം ചെയ്തത് അവർക്കെതിരെ നടപടി സ്വീകരിക്കണം. അവർക്കെതിരെ യഥാർത്ഥത്തില് ഈ നടപടി സ്വീകരിക്കേണ്ടത് ക്രിമിനൽ നടപടി സ്വീകരിക്കേണ്ടത് ഒരാൾ മുന്നോട്ട് വന്ന് കോടതി മുഖാന്തരം ക്രിമിനൽ നടപടി സ്വീകരിക്കാം, പോലീസ് കേസെടുക്കാം.